സംസാരിക്കേണ്ടത് ബാബരിയെക്കുറിച്ച് തന്നെ. ലേഖനം മാധ്യമം ദിനപത്രം. രചന ടി മുഹമ്മദ് വേളം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ രണ്ട് സംഭവങ്ങളാണ് ഗാന്ധിവധവും ബാബരി മസ്ജിദ് ധ്വംസനവും എന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ.ആർ. നാരായണന്റെ വാക്കുകൾ എത്രയേറെ സത്യമായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് വീണ്ടും ഒരു ഡിസംബർ 6 വന്നെത്തിയിരിക്കുന്നത്. അക്രമാസക്ത ഹിന്ദുത്വ വലതുപക്ഷം അന്യായ അവകാശവാദം ഉന്നയിക്കുകയും പള്ളി തകർക്കുകയും ചെയ്തപ്പോൾ രാജ്യത്തെ നിയമത്തിലും നീതിപീഠത്തിലും പ്രതീക്ഷയർപ്പിച്ച് കാത്തിരുന്നവരെ ഒന്നാകെ നിരാശപ്പെടുത്തി പുറത്തുവന്ന വിധിയുടെ ബലത്തിൽ ബാബരി മസ്ജിദ് ഭൂമിയിൽ ക്ഷേത്രമുയരുകയും കൂടുതൽ പള്ളികൾ ഭീഷണി നിഴലിലാവുകയും ചെയ്ത ശേഷമുള്ള ബാബരി വാർഷിക ദിനം. ബാബരി വിധി ഒരു സമവായമായിരുന്നില്ല. മതനിരപേക്ഷ ബഹുസ്വര ഇന്ത്യക്ക് മേൽ ഇരച്ചു കയറാൻ ഫാസിസത്തിന്റെ രഥത്തിന് കോടതി പകർന്നു നൽകിയ ഇന്ധനമായിരുന്നു. സംബലിലും അജ്മീറിലും ഉൾപ്പെടെ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന സങ്കീർണതകൾ തുടങ്ങുന്നത് ബാബരി വിധിയോടുകൂടിയാണ്. സംഘ് പരിവാറിന് ഇത് നൽകിയ ആത്മവിശ്വാസം അത്ര വലുതാണ്. ആ ധൈര്യത്തിലൂന്നിയാണ് ഓരോ മസ്ജിദുകളുടെ മിനാരങ്ങൾക്ക് നേരെയും ഉന്നം വയ്ക്കാൻ അവർ ഒരുമ്പെടുന്നത്. ബാബരി വിധിയിലെ അനീതി ഇനി എന്നെങ്കിലും തിരുത്തപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞാലുമില്ലെങ്കിലും അതേക്കുറിച്ച് തന്നെയാണ് നാം സംസാരിക്കേണ്ടത്. ഇനി തിരുത്താൻ കഴിയാത്ത ഗാന്ധിവധത്തെക്കുറിച്ച്, ആ നെഞ്ചിലേക്ക് തീയുണ്ട പായിച്ച വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രത്തിനെതിരെ നാം സംസാരിക്കുന്നത് പോലെ തന്നെ ജനുവരി 30 രക്തസാക്ഷി ദിനമായി ആചരിക്കുന്ന പോലെ ഡിസംബർ 6 ഫാസിസ വിരുദ്ധ ദിനമായും ആരാധനാലയ സംരക്ഷണ ദിനമായും ആചരിക്കേണ്ടതുണ്ട്. ന്യായവും അന്യായവും ഏറ്റുമുട്ടുമ്പോൾ പരിഹാരം ശക്തനു വേണ്ടിയുള്ള സമവായമല്ല. ന്യായത്തിനും അന്യായത്തിനും ഇടയിലെ പരിഹാരം നീതിയാണ്. നീതി കുരുതി കൊടുത്താൽ അതിന്റെ പ്രത്യാഘാതം അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല. അനീതി നിരവധി അനീതികളെ പ്രസവിക്കുമെന്ന പോലെ ഒരു കൊടിയ അനീതിയുടെ അനുരണനങ്ങളാണ് രാജ്യത്തുടനീളം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡിസംബർ 6 മറക്കാതിരിക്കുക എന്നത് ഇനിയുള്ള ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണ്. രാജ്യത്തെ ആരാധനാലയങ്ങളുടെ സ്വഭാവം 1947 ഓഗസ്റ്റ് 15 ഉണ്ടായിരുന്ന അവസ്ഥയിൽ തന്നെ നിലനിർത്തണമെന്നനുശാസിക്കുന്ന 93 ആരാധനാലയ സംരക്ഷണ നിയമം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP നേതാവ് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. ഹർജിയിൽ കോടതി കേന്ദ്ര സർക്കാരിനോട് അഭിപ്രായം ആരാഞ്ഞിട്ടുമുണ്ട്. സർക്കാർ അതിനോട് പ്രതികരിച്ചിട്ടില്ല. പുനഃപരിശോധിക്കണമെന്ന് പറയാനുതകുന്ന സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതുവരെ കാത്തിരിക്കുകയാണ് അവരെന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അത്തരമൊരു സാമൂഹിക സാഹചര്യത്തിനുള്ള മണ്ണൊരുക്കമാണ് ഗ്യാൻവാബിയിലും സംബൽ ഷാഹി മസ്ജിദിലും അജ്മീർ ദർഗയിലും ഡൽഹി ജുമാ മസ്ജിദിലുമെല്ലാം അവകാശമുന്നയിച്ച് സംഘ് പരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാബരിയിലും ചെയ്തത് ഇത് തന്നെയാണ്. കേവല നിയമ പോരാട്ടത്തിലൂടെ രാമക്ഷേത്രം നിർമ്മിക്കുകയല്ല അവർ ചെയ്തത്. പള്ളി തകർക്കുന്നതടക്കമുള്ള ഒരു പ്രക്രിയയിലൂടെ ഒടുവിൽ നിയമത്തെ കൂടി ഉപയോഗപ്പെടുത്തി ലക്ഷ്യം നേടുകയായിരുന്നു. അങ്ങേയറ്റം നിയമവിരുദ്ധമായ ബാബരി തകർക്കൽ നടത്തിയതുകൊണ്ടാണ് കോടതിക്ക് പോലും ഇത്തരമൊരു വിധി പ്രസ്താവന നടത്താൻ കഴിഞ്ഞത്. ബാബരി മസ്ജിദിന്റെ ഘടന അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കോടതിക്ക് ഇത്തരമൊരു വിധി പ്രസ്താവിക്കുവാൻ കഴിയുമായിരുന്നില്ല. സംഘ് പരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ത്രിമുഖ അജണ്ടയാണ്. ബഹുജനാഭിപ്രായ രൂപവൽക്കരണം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ, ഇത് മൂന്നും ചേർന്ന പദ്ധതി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളില്ലാത്ത പ്രക്ഷോഭങ്ങളും ബഹുജനാഭിപ്രായ രൂപവൽക്കരണവും കോടതി വ്യവഹാരങ്ങളും ഉൾക്കൊള്ളിച്ച
ഒരു കർമ്മ പദ്ധതി കൊണ്ട് മതനിരപേക്ഷ ന്യൂനപക്ഷ സമൂഹം അതിനെതിരെ പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. ആരാധനാലയ സംരക്ഷണം നിയമത്തിനനുകൂലമായ സാമൂഹികാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുക എന്നത് പരമപ്രധാനമാണ്. അന്യായങ്ങൾക്ക് മുകളിൽ പടുത്തുയർത്തപ്പെടുന്ന ആരാധനാലയങ്ങളുടെ ആത്മീയതയെക്കുറിച്ച് ആത്മപരിശോധന നടത്തേണ്ടത് അതത് മതവിശ്വാസികളാണ്. പള്ളി നിർമ്മിക്കുന്ന സ്ഥലം പൂർണ്ണമായും ഹലാൽ ആയിരിക്കണമെന്നതാണ് ഇസ്ലാമിക അനുശാസനം. ആരാണോ ആ ഭൂമി പള്ളിക്ക് വേണ്ടി നൽകുന്നത് അവർക്ക് സമ്പൂർണ്ണ ഉടമസ്ഥാവകാശമുണ്ടായിരിക്കുമ്പോൾ മാത്രമേ അത് ഹലാലാവുകയുള്ളൂ. ഇതിൽ തികഞ്ഞ നിഷ്ഠ പുലർത്തുന്ന ഹനഫി കർമ്മശാസ്ത്ര സരണിയാണ് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ പണ്ടുമുതലേ പിന്തുടർന്നു പോരുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങൾ തകർത്ത് പള്ളി നിർമ്മിച്ചു എന്ന് പറയുന്നത് കള്ളക്കഥ മാത്രമാണ്. ബാബരി മസ്ജിദ് ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ട ഒരു കേസിലും അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. സുൽത്താൻമാരും മുഗളന്മാരും ഇന്ത്യയിലേക്ക് വന്ന അധിനിവേശ ശക്തികളാണ് എന്നതാണ് പഴയകാല പള്ളികൾ പിടിച്ചടക്കുന്നതിനുള്ള ന്യായീകരണം ചമക്കാനായി സംഘപരിവാർ പടച്ചുവിടുന്ന ഒരു ആഖ്യാനം. വ്യവസ്ഥാപിത ദേശരാഷ്ട്രങ്ങളും അത്തരം അതിരുകളുമില്ലാത്ത മധ്യകാലത്താണ് അവർ ഇന്ത്യയിലേക്ക് വന്നത്. ആധുനിക കാലത്ത് ഇന്ത്യയിലേക്ക് വന്ന പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാരിൽ നിന്നും ബ്രിട്ടീഷുകാരിൽ നിന്നും ഫ്രഞ്ചുകാരിൽ നിന്നും വ്യത്യസ്തമായി സുൽത്താൻമാരും മുഗളന്മാരും ഇന്ത്യയിൽ തന്നെ ജീവിക്കുകയും ഈ രാജ്യത്തെ പരിപോഷിപ്പിക്കുകയും ഇവിടെ നിന്ന് എവിടേക്കും ഒന്നും കടത്തിക്കൊണ്ടുപോകാതെ ഇവിടെ മരിച്ച് മണ്ണിലലിഞ്ഞു ചേർന്നവരാണ്. ഇതിനെ പാശ്ചാത്യ കൊളോണിയലിസത്തിന്റെ നുകത്തിൽ കൊണ്ടുപോയി കെട്ടുന്നത് വർഗീയവും മുസ്ലിം വിരുദ്ധവുമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടി മാത്രമാണ്. നന്ദി.